അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൊടൂർ പഞ്ചായത്തിലെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ഒരു അനിവാര്യമായ വീട്ടുതടങ്കലിൽ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയവും ദർശനവും അതിൻ്റെ മഹാരഥന്മാരായ നേതാക്കന്മാരെ സംബന്ധിച്ചും അതിൻ്റെ മഹിതമായ പൈതൃകത്തെ സംബന്ധിച്ചും പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനെ ആദ്യമായി മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. കൊടൂർ പഞ്ചായത്ത് MSFന്റെ നേതൃത്വത്തിൽ ഇത്തരം ചർച്ചകൾക്കായി വെളിച്ചം വിതറിയ വഴികൾ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ചരിത്രം തുടങ്ങുന്നത് മഹാനായ സർ സയ്യിദിൻ്റെ ചിന്തകളിൽ നിന്നാണ്. സർ സയ്യിദിൽ നിന്ന് തുടങ്ങി പിന്നീട് 1906 ഡിസംബർ മാസം 30 മുസ്ലിം ലീഗ് രൂപീകൃതമാവുകയും പിന്നീട് അതിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഭീഷണശാലികളായ ഉഗ്രപ്രതാപികളായ സാമുദായിക അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒട്ടനവധി നേതാക്കന്മാർ കൈമാറിയ ആ ഒരു രാഷ്ട്രീയ ആദർശ സംഹിത മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറും അല്ലാമ ഇഖ്ബാലും മഹാനായ ഖായിദ അസം മുഹമ്മദ് അലി ജിന്ന സാഹിബും പിന്നീട് ഖായിദ മില്ലത്തും ബാഫഖി തങ്ങളും സിരി സാഹിബും പൂക്കോയ തങ്ങളും CH തുടങ്ങിയ ഇന്നു മുതലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അങ്ങനെ കൈമാറി വന്ന ഒന്നാണ് മുസ്ലിം ലീഗിൻ്റെ മഹതായ ദർശനം. ആ ദർശനത്തെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. അത് പുതുതലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വലിയ പുണ്യകരവുമാണ്. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകിയ സുഹൃതമായിരുന്നു, മഹാഭാഗ്യമായിരുന്നു മഹാനായ സർ സയ്യിദ്. ഏതൊരു കാലഘട്ടത്തിലും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, പ്രതിസന്ധിയിൽ ഒരടി പോലും മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ തകർന്നു നിൽക്കുന്ന ഓരോ സമൂഹങ്ങളിലേക്ക്, അല്ലെങ്കിൽ അധാർമികതയിൽ കൊടികുത്തി വാഴുന്ന സമുദായത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്കാണ് അള്ളാഹു നായകന്മാരെ, നേതാക്കന്മാരെ നിയോഗിക്കാറുള്ളത്. നമുക്ക് ചരിത്രാധീന കാലം മുതൽ അങ്ങനെ തന്നെയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുണ്ട യുഗത്തിലേക്ക്, ഡാർക്ക് ഏജിലേക്കാണ് അള്ളാഹു വെളിച്ചമായി നിയോഗിച്ചത്. അതുപോലെ തന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തകർന്ന് തരിപ്പണമായ ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ വെളിച്ചമായി, അവർക്ക് വഴികാട്ടിയായി, അവരെ കൈപിടിച്ചുയർത്തുവാൻ അള്ളാഹു നിയോഗിച്ച ആ മഹാ വ്യക്തിത്വമായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അദ്ദേഹത്തിൻ്റെ തഹദീബുൽ അഖ്ലാഖിൽ അതിൻ്റെ മാസ്റ്റർ ഹെഡിന് താഴെ അറബി ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, സമുദായത്തോടുള്ള സ്നേഹം സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നു. ആര് സമുദായത്തിൻ്റെ അന്തസ്സിനു വേണ്ടി പ്രവർത്തിച്ചുവോ, നിശ്ചയം അയാൾ തൻ്റെ മതത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഈ സർ സയ്യിദിൻ്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഹാലി എന്ന് പറയുന്ന ഒരാൾ എഴുതി വച്ചിട്ടുണ്ട്. ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ആദരണീയനുമായ ഒരു ഇംഗ്ലീഷുകാരൻ നമ്മോടൊരിക്കൽ പറഞ്ഞു, വിജ്ഞാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ അങ്ങേറ്റം പ്രാവീണ്യം നേടിയ എത്രയോ വ്യക്തികളെ യൂറോപ്പിൽ കാണാം, ഏഷ്യയിൽ അത്രക്കില്ലെങ്കിലും. എന്നാൽ നിങ്ങൾക്കറിയാമോ, സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെ ഒരുപാട് കാര്യങ്ങളിൽ ഒരേപോലെ അഗാധ ജ്ഞാനമുള്ളവർ കുറവാണെന്ന് മാത്രമല്ല, ഇല്ലെന്ന് തന്നെ പറയാം. എൻ്റെ അറിവിൽ അങ്ങനെ ഒരാളുമില്ല. അതായിരുന്നു മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ അറിവും ജ്ഞാനവും ദീർഘവീക്ഷണവും ഒക്കെ. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉയർത്തിയ 2 മുദ്രാവാക്യങ്ങൾ, ആധുനിക വിദ്യാഭ്യാസവും ആധുനിക രാഷ്ട്രീയവും. ഈ 2 മുദ്രാവാക്യങ്ങളാണ് ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനത്തിന് അടിത്തറ പാകിയത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അത്രമാത്രം സർ സയ്യിദ് അഹമ്മദ് ഖാനോട് കടപ്പെട്ടിരിക്കുന്നു. സർ സയ്യിദ് അന്ന് ഈ സമുദായത്തെ വഴിതെളിയിച്ച് വിട്ടില്ലായിരുന്നുവെങ്കിൽ
ഒരുപക്ഷെ ഈ സമുദായം തകർന്നടിഞ്ഞ് ഒന്നിനും കൊള്ളാത്തവരായി, അല്ലെങ്കിൽ നാമാവിശേഷമായി തന്നെ പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മഹാനായ സർ സയ്യിദ് എന്ന നമ്മുടെ പൂർവ്വ പിതാവിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1817 ഒക്ടോബർ മാസം 17-ാം തീയതി പുരാന ഡൽഹിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മിർ മുത്തഖി, അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ആബിദായിരുന്നു. അത് മാത്രമല്ല അന്നത്തെ അക്ബർ ഷാ ചക്രവർത്തിയുമായി ഏറെ ബന്ധപ്പെട്ടു നിന്ന, അല്ലെങ്കിൽ അക്ബർ ഷാ ചക്രവർത്തിയുടെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിത്വമായിരുന്നു സർ സയ്യിദിൻ്റെ പിതാവ് എന്ന മിർ മുത്തഖി. അദ്ദേഹത്തിൻ്റെ മാതാവ് നസീസുൻ നിസാ ബീഗം. സർ സയ്യിദ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ഹവേലിയിലായിരുന്നു. പിന്നെ ഹവേലി എന്ന് പറയുമ്പോൾ പഴയകാല രാജാക്കന്മാരും അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെയും താമസ സ്ഥലമായിരുന്നു ഹവേലി എന്ന് പറയുന്നത്. അതായത് സർ സയ്യിദിൻ്റെ മാതാവിൻ്റെ പിതാവ് അക്ബർ ഷാ ചക്രവർത്തിയുടെ ആ ഭരണത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. ഹാജ ഫരീദ് എന്നറിയപ്പെടുന്ന സർ സയ്യിദിൻ്റെ വല്യാപ്പ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഗണിതശാസ്ത്രത്തിലൊക്കെ ആ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ചു നിന്നൊരു വ്യക്തിത്വമായിരുന്നു. അതായത് സർ സയ്യിദിൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയതിൽ അദ്ദേഹത്തിൻ്റെ വല്യാപ്പയ്ക്കുള്ള പങ്ക് വളരെ പ്രധാനമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉമ്മ നസീസുൻ നിസാ ബീഗമാണ് സർ സയ്യിദിനെ ഖുർആനും അറബിയും ഫാർസി തുടങ്ങിയ ഭാഷകളൊക്കെ പഠിപ്പിച്ചത്. അവര് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സർ സയ്യിദിനെ വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഭൗതികമായ ഒരു വിരക്തിയുള്ള ആളായിരുന്നു. ഒരു ആബിദായത് കൊണ്ട് തന്നെ ഈ സർ സയ്യിദിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് അദ്ദേഹത്തിൻ്റെ വല്യാപ്പ ഹാജ ഫരീദും അദ്ദേഹത്തിൻ്റെ ഉമ്മയുമായിരുന്നു. ഏതൊരു കാര്യത്തിലും, അല്ലെങ്കിൽ എന്താ പറയുക, തെറ്റ് കണ്ടാൽ അപ്പം തന്നെ അവർ ശിക്ഷിക്കുമായിരുന്നു. ഒരിക്കൽ സർ സയ്യിദ് പിന്നെ അവരുടെ ഹവേലിയിൽ ഒരു ഭൃത്യൻ്റെ മുഖത്തടിക്കുകയുണ്ട് ചെറുപ്പത്തിൽ. ഉടനെ തന്നെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സർ സയ്യിദിനെ ഹവേലിയിൽ നിന്ന് ഇറക്കി വിട്ടു. ചെറുപ്രായത്തിൽ തന്നെ ഈ ഇറക്കി വിടുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ വീട്ടിലാണ് 2-3 ദിവസം താമസിച്ചത്. അങ്ങനെ 3-ാമത്തെ ദിവസം വന്ന് ഉമ്മയോട് അടുത്ത് വന്ന് ക്ഷമ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, എന്നോടല്ല ക്ഷമ പറയണ്ട, ആ ഭൃത്യൻ്റെ അടുത്ത് നീ പോയി ക്ഷമ പറഞ്ഞ് നീ പശ്ചാത്താപിച്ചാൽ നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞു. അത്രമാത്രം ഉമ്മ സർ സയ്യിദിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 18-ാം വയസ്സിൽ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിയുകയും പിന്നീട് 938 അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയുണ്ടായി. പിതാവ് മരണപ്പെട്ടതോടുകൂടി ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ വരികയും അദ്ദേഹം പിന്നീട് ഒരു ജീവിതമാർഗമായി ജുഡീഷ്യൽ സർവീസ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അന്ന് ഡൽഹിയിലെ ഒരു സദർ അമീനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് ആദ്യമായി സർ സയ്യിദ് ട്രെയിനിങ്ങിനായി ചേർന്നത്. അലിയുള്ള ഖാൻ എന്നാണ് ആ സദർ അമീൻ്റെ പേര്. അങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്യുകയും പിന്നീട് അദ്ദേഹം ആഗ്രയിലേക്ക് ജോലിക്കായി പോവുകയും ആഗ്രയിൽ വെച്ച് അദ്ദേഹത്തിന് മുൻസിഫായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും പിന്നീട് അദ്ദേഹം ഫതഹപൂർ സിക്രിയിലേക്ക് മാറുകയും ചെയ്തു. ഈ ഫതഹപൂർ സിക്രിയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി ജാമിഅ്, അതായത് പൂർവ്വകാല ഭരണാധികാരികളുടെ പട്ടിക എന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നതും പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള ജിലാലുൽ ഖുലൂബ് ബിദിക്റിൽ മെഹബൂബ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമൊക്കെ ഫതഹപൂർ സിക്രിയിൽ വെച്ചാണ്. അവിടുത്തെ ഫതഹപൂർ സിക്രിയിലെ സേവനത്തിന് ശേഷം അദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ് മുൻസിഫായി അദ്ദേഹത്തെ സ്ഥലമാറ്റത്തോടു കൂടി ഡൽഹിയിൽ നിയമിക്കുകയും ഡൽഹിയിൽ വെച്ച് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ദീനീപരമായ വിദ്യാഭ്യാസം അവിടുത്തെ മദ്രസത്തുൽ റഹീമയിൽ തുടരുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ്, ആ ഒരു 8 വർഷത്തെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമായ അസാറു സനാദീദ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ഈ പുരാവസ്തു നിർമ്മാണത്തെ
കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും പിന്നെ അതിൻ്റെ ഓരോ നിർമ്മിതിയെക്കുറിച്ചും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. അന്ന് അദ്ദേഹം ഡൽഹിയിലെ എല്ലാ പുരാതനമായ കെട്ടിടങ്ങളും പോയി ഇരുന്ന് പഠിച്ച് അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ ഗ്രന്ഥം എഴുതുകയുണ്ടായി. ആ ഗ്രന്ഥം പിന്നീട് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹം 1855 ബിജ്നൂർ അമീനായിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ബിജ്നൂറിലേക്ക് പോവുകയും ചെയ്തു. അവിടെ വെച്ചാണ് അദ്ദേഹം താരിഖുൽ ബിജ്നൂർ എന്ന് പറയുന്ന ബിജ്നൂറിൻ്റെ ചരിത്രം എഴുതുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് 1857 ആ ഒരു ജീവിത കാലഘട്ടത്തിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള അലിയടിക്കുന്നതും മുസ്ലിം സമുദായം ആ കലാപത്തിൽപ്പെട്ട് തകർന്നടിയുന്നതും അദ്ദേഹം വേദനയോടെ നോക്കി നിന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ മുന്നിൽ നിന്നെങ്കിലും ഹിന്ദുക്കളും ഉണ്ടായിരുന്നെങ്കിലും സമയമായപ്പോൾ ഹിന്ദുക്കൾ രക്ഷപ്പെടുകയും ബ്രിട്ടീഷുകാരുടെ കടുത്ത പീഡനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും മുസ്ലിമീങ്ങൾ വിധേയരാകുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ ഒരു കലാപത്തോട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഒന്ന്, ഇതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് സർ സയ്യിദിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. കാരണം മുസ്ലിമീങ്ങൾ അടിച്ചമർത്തപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രണ്ടാമത്തെ കാര്യം, മുസ്ലിമീങ്ങൾ ഏറെ പിന്നോക്കമാണ്, ഒന്നുമില്ലാത്തവരാണ്, അവർ വീണ്ടും വീണ്ടും പിന്നോക്കത്തിലാവുകയാണ്. സർ സയ്യിദ് എപ്പോഴും മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയം ഇന്ത്യയിലെ ഭരണാധികാരികളുമായി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഒരു സഹവർത്തിത്വത്തിൽ മുന്നോട്ട് പോവുകയും ആ സഹവർത്തിത്വത്തിലൂടെ മുസ്ലിമീങ്ങളുടെ പുരോഗതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് മഹാനായ സർ സയ്യിദിൻ്റെ ഒരു വീക്ഷണമായിരുന്നു. അത് മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ ആ കലാപ സമയത്ത് നിരവധി ബ്രിട്ടീഷുകാരായ കുടുംബങ്ങളെ കലാപകാരികൾ കൊലപ്പെടുത്തുകയുണ്ട്. അപ്പോൾ അത് ഒരുപാട് കുടുംബങ്ങളെ സർ സയ്യിദ് രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെയാണ് സർ സയ്യിദിന് ജഹാനാബാദിലെ ഒരു താലൂക്ക് തന്നെ ഒരു വർഷം 1.5 ലക്ഷത്തോളം രൂപ ടാക്സായിട്ട് ലഭിക്കുന്ന ജഹാനാബാദ് താലൂക്ക് തന്നെ ബ്രിട്ടീഷുകാർ സമ്മാനമായി നൽകി. പക്ഷെ അന്ന് അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ വേദന എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ ഈ ഒരു പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമായിരുന്നു. 1858 അദ്ദേഹത്തെ മൊറാദാബാദിലേക്ക് സദറായിട്ട് സ്ഥലം മാറ്റുകയുണ്ടായി. 1860 ആ മേഖലയിലൊക്കെ പട്ടിണി വ്യാപിക്കുകയും ഈ ജനങ്ങളെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം എത്തിക്കാനും ഒക്കെ മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അന്ന് അദ്ദേഹം ഒരുപാട് പേർ മരണപ്പെടുകയുണ്ടായി. അന്ന് ഒരുപാട് മുസ്ലിം കുട്ടികൾ അനാഥരായി. അന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി വെച്ച ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് നേതൃത്വം കൊടുക്കാം, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം, പക്ഷേ അനാഥരായ മുസ്ലിം കുട്ടികളെ ക്രിസ്ത്യൻ മിഷണറിമാരെ ഏൽപ്പിക്കാൻ പാടില്ല എന്ന ഒറ്റ നിബന്ധനയിലാണ് അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തത്. ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നും ഒരുപാട് മുസ്ലിം കുട്ടികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുകയുണ്ടായി. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റാൻ വേണ്ടി മിഷണറികൾ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ സജീവമായിരുന്നു. അങ്ങനെ 1862 അദ്ദേഹം ഗാസിപ്പൂരിലെത്തുന്നത്. ഗാസിപ്പൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുകയുണ്ട്. അന്ന് അദ്ദേഹത്തിന് 44 വയസ്സുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം പുനർവിവാഹം കഴിച്ചില്ല. പിന്നെ സമുദായത്തിൻ്റെ ഉദ്ധരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിതം മാറ്റിവെച്ചത്. അതായത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മുസ്ലിങ്ങളോടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പക, ആ ഒരു പകയെ മാറ്റുവാനും സമുദായത്തെ ബ്രിട്ടീഷുകാരുമായിട്ട് അടുപ്പിക്കുവാനും ഒക്കെ അദ്ദേഹം ദ ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും സർ സയ്യിദ് അഹമ്മദ് ഖാനെ ബ്രിട്ടീഷുകാരുടെ ചാരനായും ബ്രിട്ടീഷുകാരുടെ സഹായമായിട്ടൊക്കെ പിന്നെ ഒരു ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുസ്ലിമീങ്ങളെ ബ്രിട്ടീഷുകാരുമായി ചേർന്ന് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ലക്ഷ്യം. 1863 അദ്ദേഹം ഗാസിപ്പൂരിലായിരിക്കുമ്പോഴാണ് പ്രശസ്തമായ സയൻറ്റിഫിക് സൊസൈറ്റി അദ്ദേഹം സ്ഥാപിക്കുന്നത്. സയൻറ്റിഫിക് സൊസൈറ്റിയുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളും മറ്റുമെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. സാധാരണ മുസ്ലിമീങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ വശമല്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഉറുദുവിലും മറ്റും അദ്ദേഹം എന്ത് ചെയ്തു, സയന്റിഫിക് സൊസൈറ്റിയിലൂടെ പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കി. അന്ന് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്ക എന്ന് പറയുന്ന പ്രശസ്തമായ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഉൾപ്പെടെ സയന്റിഫിക് സൊസൈറ്റിയിലൂടെ അദ്ദേഹം അച്ചടിച്ചേരുകയുണ്ടായി. പിന്നെ 1864 അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ തുടക്കമെന്നോണം ഒരു സ്കൂൾ ആരംഭിക്കുന്നത്. അന്ന് അദ്ദേഹം നാരായണ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയാണ് ആ സ്കൂൾ ഏൽപ്പിച്ചത്. പിന്നീട് അദ്ദേഹം അലീഗറിലേക്ക് ജഡ്ജിയായി സ്ഥാനക്കയറ്റപ്പെടുകയുണ്ടായി. ആ അലീഗറിലെ ആ ജീവിതമാണ് പിന്നീട് നാം കണ്ട സർ സയ്യിദിനെ പരുവപ്പെടുത്തി എത്തിയതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുപോലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് സർ സയ്യിദിന് ഒരുപാട് വ്യക്തിപരമായ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരുപറ്റം ആളുകളെ തന്നെ നഷ്ടപ്പെടുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാർ ഉൾപ്പെടെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉമ്മയുടെ അനിയത്തിയും ഒക്കെ അദ്ദേഹം രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് അവിടുന്ന് വന്നത്. ആ മേഖല തന്നെ ചെയ്തു ആ കലാപത്ത് തകർന്നടിക്കുകയും. പിന്നീട് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ ശക്തമായ ലേഖനങ്ങൾ എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ചരിത്രത്തിലെ തുല്യതയില്ലാത്തവണ്ണം ഉദാത്തമായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച പിന്നെ സ്വത്തുവകകൾ, കാരണം കലാപത്തിലുള്ള നാശനഷ്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്തുവകകൾ ഉൾപ്പെടെ കലാപ സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ശമ്പളം ഉൾപ്പെടെയുള്ളതെല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം വരുത്തുകയും ബൈബിളിൻ്റെ ഭാഷയായ ഹീബ്രു ഭാഷ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തർജ്ജമ ചെയ്യാൻ കഴിയുന്ന ആളുകളെ ശമ്പളം കൊടുത്തിരുത്തുകയും അതായത് അറബി അധ്യാപകരെ ഇരുത്തുകയും അങ്ങനെ ബൈബിളിന് തന്നെ അദ്ദേഹം എന്തു ചെയ്തു, കൃത്യമായ ഒരു ട്രാൻസ്ലേഷൻ നടത്തുകയും ക്രിസ്ത്യൻ മിഷണറിമാർക്ക് അതിൻ്റെ ഇസ്ലാമികമായ മാനങ്ങൾ വെച്ച് ശക്തമായ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1867 അദ്ദേഹം ബനാറസിൽ ജഡ്ജിയായിരുന്നപ്പോഴാണ് ഈ ഹോമിയോ സമ്പ്രദായത്തിന് അദ്ദേഹം വലിയ പ്രാമുഖ്യം നൽകുകയും അന്ന് അദ്ദേഹം ഹോമിയോ ക്ലിനിക്ക് അവിടെ സ്ഥാപിക്കുകയും ചെയ്തായിരുന്നു. ഈ സാമുദായിക ശാക്തീകരണത്തിന് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവുമൊക്കെ. അങ്ങനെ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന നിലയിൽ, അല്ലെങ്കിൽ വിദേശ സർവകലാശാലയെ ഓക്സ്ഫോർഡിനെയും കാംബ്രിഡ്ജിനെയും വെല്ലുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. അപ്പം ലണ്ടനിലേക്ക് പോയതിൻ്റെ മറ്റൊരു ലക്ഷ്യം കൂടെ. അന്ന് വില്യം മൂർ എന്ന ഈ എഴുത്തുകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് ലൈഫ് ഓഫ് മുഹമ്മദ് എന്നൊരു ഗ്രന്ഥം എഴുതിയിരുന്നു. ആ ഒരു ഗ്രന്ഥത്തിന് കൃത്യമായ മറുപടി എഴുതുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലണ്ടൻ യാത്രയ്ക്ക്. അങ്ങനെ 1869 ഏപ്രിൽ മാസം 1-ാം തീയതി അദ്ദേഹം ലണ്ടനിലേക്ക് പുറപ്പെട്ടു. ലണ്ടനിൽ പുറപ്പെടുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിലായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വീട് പണയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ലൈബ്രറി മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 2 മക്കളും അദ്ദേഹത്തിൻ്റെ സഹചാരിയായിരുന്ന ഒരു ബ്രിട്ടനും ഉൾപ്പെടെയുള്ളവർ കപ്പലിൽ ലണ്ടനിലേക്ക് തിരിക്കുകയും അത് ഈജിപ്തും ഏതൻസും ഇറ്റലിയും ഒക്കെ കടന്ന് ആ ഒരു കാലഘട്ടം ആ ഒരു യാത്രയെക്കുറിച്ച് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ വളരെ മനോഹരമായ വിവരണങ്ങൾ എഴുതുന്നുണ്ട്. അന്ന് സ്യൂസ് കനാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് അതിൻ്റെ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരെ സർ സയ്യിദ് കണ്ടുമുട്ടുകയും അവരെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇറ്റലി വഴി പോയപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വീട് സന്ദർശിക്കുകയും പിന്നീട് ഗാരിബാൾഡി അന്നത്തെ ഇറ്റാലിയൻ വിപ്ലവകാരിയായിരുന്ന ഗാരിബാൾഡിയുടെ കുടില് സന്ദർശിക്കുകയും പിന്നീട് ഇറ്റലിയിൽ പിന്നെ അദ്ദേഹം അബ്ദുൽ ഖാദർ ജസാഇരിയുടെ ഓർമ്മകളിൽ അഭിമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ 1869
മെയ് മാസം 4-ാം തീയതി അദ്ദേഹം ലണ്ടനിൽ എത്തുകയുണ്ടായി. അപ്പം അങ്ങനെ ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ഇന്ത്യക്ക് അഭികാമ്യമായ കാര്യങ്ങൾ അദ്ദേഹം പിന്നെ അതിൽ നിന്ന് പഠിക്കുകയും അവിടെ വെച്ചാണ് വില്യം മോറിന് അദ്ദേഹം പ്രസിദ്ധമായ കുത്തുബത്തുൽ അഹമ്മദിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം വില്യം മോറിനെതിരെ ഇസ്ലാമികമായ മാനങ്ങൾ, ഇസ്ലാമിൻ്റെ അഭിമാനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ജീവചരിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം വില്യം മോറിനെതിരെ ഒരു പുസ്തകം എഴുതുകയുണ്ടായി. അത് ആ കാലഘട്ടത്തിൽ സർ സയ്യിദിൻ്റെ ലണ്ടൻ വാസം ആ മേഖലകളിലൊക്കെ വലിയ പിന്നെ പ്രശസ്തമായിരുന്നു. കാരണം സർ സയ്യിദ് ലണ്ടനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ കാണാൻ വേണ്ടി ചാൾസ് ഡിക്കൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു. 1870 ഒക്ടോബർ മാസം 2-ന് അദ്ദേഹം ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തുകയുണ്ടായി. കാരണം അതിന് വരാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ ഉറുദുവിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ഹിന്ദു വർഗീയവാദികളുടെ നേതൃത്വത്തിൽ. അദ്ദേഹം അതിനെതിരെ ശക്തമായ പ്രതികരിക്കുകയും അതിനെതിരെ തൂലിക ചലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജ് സ്ഥാപിക്കുക എന്നതായിരുന്നു. അതിന് അദ്ദേഹം ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കി. ഇന്ത്യയിലെ മുഹമ്മദിയർക്കിടയിൽ നന്നായി വിദ്യാഭ്യാസ പ്രചരണം നടത്തുന്നതിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി അദ്ദേഹം ഒരു കമ്മിറ്റി തന്നെ രൂപം നൽകുകയുണ്ടായി. അങ്ങനെ 1870 ഡിസംബർ 26-ന് ആ കമ്മിറ്റിയുടെ ഒരു യോഗം ബനാറസിൽ ചേരാൻ തീരുമാനിച്ചു. യോഗത്തിൻ്റെ തലേദിവസം തന്നെ സർ സയ്യിദിൻ്റെ അനുയായിയും സുഹൃത്തുമായിരുന്ന നവാബ് മുഹസിനുൽ മുൽക്ക് ബനാറസിലെത്തിയിരുന്നു. സർ സയ്യിദിന് അത് വളരെ സന്തോഷമാവുകയും തൻ്റെ മുറിയിൽ തന്നെ ഒരു കിടക്ക കൂടി നവാബിന് അദ്ദേഹം തയ്യാറാക്കി കൊടുത്തു. രാത്രി 11 മണി വരെ രണ്ടുപേരും മുസ്ലിം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലതും സംസാരിച്ചു. അതിനുശേഷം നവാബ് ഉറങ്ങാൻ കിടന്നു. രാത്രി 2 മണിക്ക് ഒരു ശബ്ദം കേട്ടുണർന്നു നോക്കുമ്പോൾ സർ സയ്യിദ് അദ്ദേഹത്തിൻ്റെ കട്ടിലില്ല. നവാബ് പറയുന്നുണ്ട്, ഞാൻ പുറത്തിറങ്ങി നോക്കി, അദ്ദേഹം വരാന്തയിൽ ഉലാത്തുകയാണ്, പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ പരിഭ്രമിച്ചു. അടുത്തു തന്നെ ചോദിച്ചു, എന്തുണ്ടായി? എന്തെങ്കിലും അത്യാഹിതമായോ മറ്റോ ഉണ്ടായോ? കണ്ണ് തുടച്ചുകൊണ്ട് തിരിച്ചദ്ദേഹം ചോദിച്ചു, ഇതിലേറെ വലിയ ദുരന്തം എന്തുണ്ടാകാൻ? മുസ്ലിങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? അവർ തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ നിലനിൽപ്പ് ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. നാളെ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒന്നുണ്ടായിരുന്നെങ്കിൽ. അദ്ദേഹത്തിന് അത്രമാത്രം ഈ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയിൽ സർ സയ്യിദ് വിഷണനായിരുന്നു. അങ്ങനെ സർ സയ്യിദ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ന സ്ഥാപനം രൂപപ്പെടുത്തുവാനുള്ള ഓട്ടങ്ങളിൽ സജീവമായി. അന്ന് അദ്ദേഹത്തെ ഒരുപാട് പേർ ആക്ഷേപിച്ചു. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. ആ എറിഞ്ഞ ഒരു കല്ലെടുത്തുകൊണ്ട് മഹാനായ സർ സയ്യിദ് പറഞ്ഞു, ഈ കല്ലുകൊണ്ട് ഞാൻ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിന് ഒരു നിലയം, ഒരു കേന്ദ്രം ഞാൻ പണിയുമെന്ന് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അഭിമാനത്തോടെ പറയുകയുണ്ടായി. 1872 ജൂലൈയിൽ കോളേജ് സ്ഥാപിക്കാനുള്ള സ്ഥലനിർണയത്തിനുള്ള അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സർ സയ്യിദ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചുണ്ടായി. അലിഗഡായിരുന്നു ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. അങ്ങനെ അലിഗഡിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് താമസിക്കാൻ മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ തീരുമാനിക്കുകയാണ്. 1873 ഫെബ്രുവരിയിൽ സർ സയ്യിദിൻ്റെ പുത്രൻ സയ്യിദ് മഹമൂദ് പിതാവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ സ്ഥാപനത്തിൻ്റെ സംഘാടനത്തെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുകയുണ്ടായി. അതായത് ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നാം സത്തിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കോളേജല്ല, സർവകലാശാലയാണ്. ഇത് അംഗങ്ങൾ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ സമർപ്പിക്കുന്ന നിർദ്ദേശം രേഖകളിൽ കോളേജ് എന്നതിന് പകരം യൂണിവേഴ്സിറ്റി എന്ന് ഉപയോഗിക്കേണ്ടതായിരുന്നു. സയ്യിദ് മഹമൂദിൻ്റെ ഈ നിർദ്ദേശം സ്വീകരിക്കപ്പെടുകയും സർവകലാശാലയ്ക്ക് 6 അടിസ്ഥാന തത്വങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് ശേഖരണത്തിനായി രാജ്യമാകെ സഞ്ചരിക്കുകയും അദ്ദേഹം പണ്ഡിതന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എഴുതുകയും ഫണ്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ഫത്വ ഇറക്കുകയും ചെയ്തു. അന്നൊരു ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു ഇംദാദ് അലി. അന്ന് ഇംദാദ് അലി സർ സയ്യിദിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വന്നു. അയാൾ പറഞ്ഞു ഫലിപ്പിച്ചു, സർ സയ്യിദും സംഘവും കാഫിരീങ്ങളാണെന്നും നിങ്ങൾ പണം നൽകരുതെന്നും സർ സയ്യിദിന് കോളേജ് ഉണ്ടാക്കാനുള്ള ഇതൊരു
അദ്ദേഹത്തിന് ഒരു പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഫണ്ട് പിരിക്കുന്നതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. പക്ഷേ മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇതിനെയെല്ലാം വകവെക്കാതെ സധൈര്യം മുന്നോട്ട് പോവുകയുണ്ടായി. അങ്ങനെ 1875 തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്കൂള് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അങ്ങനെ 1877 ജനുവരി മാസം 8-ാം തീയതിയാണ് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിട്ടൺ പ്രഭു കോളേജിന് തറക്കല്ലിട്ടു. ചടങ്ങിൽ വൈസ്രോയിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ നടത്തിയൊരു പ്രസംഗമുണ്ട്. പിന്നെ അങ്ങിന്ന് തറക്കല്ലിടാൻ പോകുന്ന ഈ സ്ഥാപനം ഈ രാജ്യം ഇന്നുവരെ കണ്ടിട്ടുള്ള എല്ലാത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഭിന്നമാണ്. സ്വകാര്യ വ്യക്തികൾ സ്ഥാപിക്കുകയും നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇവിടെ മുമ്പുണ്ടായിട്ടുണ്ട്. രാജാക്കന്മാർ സ്ഥാപിക്കുകയും രാജ്യത്തിൻ്റെ പൊതുവരുമാനം കൊണ്ട് നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ ഈ സ്ഥാപനം ആദ്യത്തേതാണ്. ഇത് നിലവിൽ വന്നത് വിജ്ഞാനത്തോട് അഭിനിവേശമുള്ള ദീനദയാലുവായ ഏതെങ്കിലും വ്യക്തിയുടെയോ മഹാമനസ്കരായ ഏതെങ്കിലും രാജാവിൻ്റെയോ കരുണയോടല്ല. ഇത് കടപ്പെട്ടിരിക്കുന്നത് ഒരു സമുദായത്തിൻ്റെ അഭിലാഷങ്ങളോടും ഇച്ഛയോടും സമുദായത്തിൻ്റെ കൂട്ടായ പരിശ്രമത്തോടുമാണ്. രാജ്യം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത പ്രചോദനങ്ങളിലാണ് ഈ സ്ഥാപനം അതിൻ്റെ വേരുകളിൽ ഊന്നിയിട്ടുള്ളത്. കോളേജിനെ മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ കിഴക്കിൻ്റെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ആണ് അദ്ദേഹം കണ്ടത്. രണ്ട് സംസ്കാരവും കോളേജിൽ നിന്ന് ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പടിഞ്ഞാറിൻ്റെ ശാസ്ത്രങ്ങളെയും വിദ്യാഭ്യാസ രീതിയെയും പ്രധാനപ്പെട്ടതായി കരുതിയപ്പോഴും സ്വന്തം സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിസ്മരിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്നതിന് തുടക്കം മുതലേ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി. അറബി, പേർഷ്യൻ ഭാഷകളും പിന്നെ മുസ്ലിം മതവും മുസ്ലിങ്ങൾക്കും സംസ്കൃതവും അനുബന്ധ വിഷയങ്ങളും ഹിന്ദു കുട്ടികൾക്ക് നൽകുന്നതിന് അദ്ദേഹം 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ വേറെ ഏർപ്പെടുത്തുകയുണ്ടായി. അമുസ്ലിമിൻ്റെ അധ്യാപന ചുമതല പ്രസിദ്ധ പണ്ഡിതനും പിൽക്കാലത്ത് ലക്നൗ നെത്തുവേത്തുൽ ഉലമയുടെ സ്ഥാപകനുമായിരുന്ന അല്ലാമ ഷിബിലി നൊമാനിയുമാണ് അദ്ദേഹം മതപരമായ വിഷയങ്ങളിലെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചിരുന്നത്. സംസ്കൃതത്തിൻ്റെ ചുമതല പണ്ഡിറ്റ് കേദർനാഥിനെയുമായിരുന്നു അദ്ദേഹം ഏൽപ്പിച്ചത്. മതപഠന കോഴ്സ് പൂർത്തിയാക്കൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിർബന്ധവുമായിരുന്നു. ചുരുക്കത്തിൽ സർ സയ്യിദിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി 3 തത്വങ്ങളിലായിരുന്നു അധിഷ്ഠിതമായിരുന്നു. ഇതിൻ്റെ നിദർശനമായിരുന്നു MMI കോളേജ്, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഒന്ന്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും സഹായവും കിട്ടുന്ന കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യപ്പെടുമ്പോഴും കോളേജ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. വിദ്യാഭ്യാസം ഗവൺമെൻറ് നിയന്ത്രണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കേണ്ട അനിവാര്യത അദ്ദേഹം ഇടയ്ക്കിടെ ഊന്നി പറയുമായിരുന്നു. കാംബ്രിഡ്ജിൻ്റെയും ഓക്സ്ഫോർഡിൻ്റെയും മാതൃകയുള്ള ഒരു സ്ഥാപനമാക്കി കോളേജിനെ മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിക്കുന്നതിലൂടെ മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പറയുകയുണ്ടായി. നാം ഉദ്ദേശിക്കുന്ന കോളേജ് ഇംഗ്ലീഷ് സർവകലാശാലകളായ ഓക്സ്ഫോർഡിൻ്റെയും കേംബ്രിഡ്ജിൻ്റെയും മാതൃകയിലുള്ളതാണ്. ഇവയിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളുടെ അതേ നിലവാരമുള്ള പണ്ഡിതന്മാരെ സൃഷ്ടിക്കുകയാണ് കോളേജിൻ്റെ ലക്ഷ്യം. ഒരു വ്യത്യാസം, ഇംഗ്ലീഷ് സർവകലാശാലകളിൽ ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നാം ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കും. മറ്റൊരു തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കുട്ടികൾ ഇംഗ്ലീഷ് സർവകലാശാലകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളെക്കാൾ ശക്തരായിരിക്കും. കാരണം ഇംഗ്ലീഷ് സർവകലാശാലകളിൽ നിന്നിറങ്ങുന്ന കുട്ടികൾ ക്രിസ്തുമതം പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളാണ് ലഭിക്കുക. തീർച്ചയായും ക്രിസ്തുമതത്തെക്കാൾ എത്രയോ മടങ്ങ് ശക്തമായ മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെയും വിശുദ്ധ ഖുർആൻ്റെയും ഔന്നത്യത്തിലും സർവകാല പ്രസക്തിയിലും അജയ്യതയിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന ദൃഢവിശ്വാസം പ്രസിദ്ധമാണ്. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ വിജ്ഞാനവും ദർശനവും ഇപ്പോൾ സത്യമായ അനുഭവപ്പെടുന്നുണ്ടാകാം, എന്നാൽ നാളെ ഇവ അബദ്ധങ്ങളായിരുന്നുവെന്നും സ്ഥാപിക്കപ്പെടാം. ഗ്രീക്ക് ദർശനങ്ങൾ അബദ്ധങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ട പോലെ ഇനിയും അതിൻ്റെ ആധാരങ്ങൾ സത്യമാണെന്ന് വന്നാൽ തന്നെയും ഖുർആനെ അതിജയിക്കാൻ അതിനാവുകയില്ല. അതെന്നും സത്യമായെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അബദ്ധം ചിലർ ആരോപിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ വളർച്ച ഖുർആനോളം എത്താത്തത് കൊണ്ടാണ്. ഒരിക്കൽ അദ്ദേഹം അലീഗറിലെ വിദ്യാർത്ഥികളോട് പറയുകയുണ്ടായി,
എല്ലാത്തിലും സത്യമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഈ കാര്യം വിസ്മരിക്കാതിരിക്കുക. ഈ വചനത്തിലുള്ള വിശ്വാസമാണ് നമ്മെ നാമാക്കുന്നത്. നിങ്ങൾ അതിസമർത്ഥരാവുകയും വലിയ പണ്ഡിതന്മാരാവുകയും ഈ വിശ്വാസം പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരായിട്ടെന്ത് ബലം? പിന്നെ നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവും നിൽക്കുന്നില്ല. നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളായിട്ടെന്ത് കാര്യം? നിങ്ങൾ രണ്ടു കാര്യങ്ങളുടെ നിദർശനങ്ങളാവണം, ഇസ്ലാമിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും. എങ്കിൽ മാത്രമേ ഈ സമുദായത്തിൻ്റെ അന്തസ്സ് നിങ്ങളിലൂടെ വീണ്ടെടുക്കപ്പെടുകയുള്ളൂ. അതായിരുന്നു മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ വീക്ഷണം. അങ്ങനെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിലൂടെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ അദ്ദേഹം വഴി നടത്തി. അങ്ങനെ അദ്ദേഹം ആധുനിക വിദ്യാഭ്യാസം എന്ന സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിക്കപ്പെടുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ വിവരിക്കാനാവാത്ത വണ്ണം വേദനാജകമായിരുന്നു. പക്ഷേ അദ്ദേഹം അതുമായി മുന്നോട്ട് പോവുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ആധുനിക രാഷ്ട്രീയം എന്നത് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് രക്ഷപ്പെടുവാൻ അവരുടെ സ്വത്വത്തിൽ അടിയുറച്ചുകൊണ്ട് ആധുനിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അവർ സംഘടിപ്പിക്കണം എന്നുള്ളത് സർ സയ്യിദിന്റെ വീക്ഷണമായിരുന്നു. പക്ഷേ ആധുനിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹം അതിനുവേണ്ടി കൂടുതൽ പ്രയത്നിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ അകത്തൊരു വീക്ഷണമുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിന് നിലവിൽ ആവശ്യം ആധുനിക വിദ്യാഭ്യാസമാണ്. ഒരു സമുദായം ആധുനിക വിദ്യാഭ്യാസം നേടിയാൽ, അവർ വിദ്യാഭ്യാസപരമായ ഔന്നത്യത്തിലെത്തിയാൽ സ്വാഭാവികമായും എന്തു ചെയ്യപ്പെടും? അവർ രാഷ്ട്രീയപരമായി സംഘടിക്കുന്നതിൻ്റെ ആവശ്യകത അവരിൽ ഉയർന്നു വരികയും അവർ സ്വയം രാഷ്ട്രീയപരമായി സംഘടിക്കുകയും ചെയ്യും. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ദീർഘവീക്ഷണം വളരെ കൃത്യമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ സമുദായം കുറേയൊക്കെ വിദ്യാഭ്യാസപരമായി പുരോഗതിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ശക്തി വേണം. അങ്ങനെയാണ് 1906 ഡിസംബർ 30 ഇന്ത്യയിൽ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത്. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ മറ്റൊരു പദ്ധതിയായിരുന്നു മുഹമ്മദൻ സിവിൽ സർവീസ് ഫണ്ട് അസോസിയേഷൻ. കാരണം അന്നത്തെ ഉന്നതമായ സിവിൽ സർവീസ് പരീക്ഷ ICS ഇംഗ്ലണ്ടിൽ പോയി എഴുതണമായിരുന്നു. കാരണം അന്നത്തെ സാധാരണക്കാരായ മുസ്ലിം കുട്ടികൾക്ക് അതിന് നിർവാഹമില്ലായിരുന്നു. അങ്ങനെ കുട്ടികളെ ലണ്ടനിൽ പോയി ICS എഴുതാൻ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു മുഹമ്മദൻ സിവിൽ സർവീസ് ഫണ്ട് അസോസിയേഷൻ അദ്ദേഹം രൂപം നൽകിയത്. 500 പേരായിരുന്നു ആ അസോസിയേഷൻ്റെ അംഗങ്ങൾ. മുസ്ലിം കുട്ടികളെ സഹായിക്കുന്നതിന് ഓരോരുത്തരും, ഈ അസോസിയേഷനിലുള്ള ഓരോരുത്തരും 2 റുപ്യ വീതം മാസാന്തം 1000 രൂപ സമാഹരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ പണം കൊണ്ടായിരുന്നു അന്ന് വർഷാവർഷം ഏറെക്കാലത്തേക്ക് നിർധനരായ മുസ്ലിം കുട്ടികൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മറ്റൊരു മുന്നേറ്റമാണ് 1886 രൂപീകൃതമായ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്. ഒരു കോളേജ് കൊണ്ട് മാത്രം വിശാലമായ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് സർ സയ്യിദിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുഴുവനും വിദ്യാഭ്യാസ പ്രചരണത്തിനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഒരു പ്രസ്ഥാനം അനിവാര്യമായിരുന്നു. ആ പ്രസ്ഥാനമാണ് മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ പ്രധാനപ്പെട്ടത്, ഒന്ന്, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത പടവുകളിൽ എത്താൻ മുസ്ലിമീങ്ങളെ സഹായിക്കുക. മുസ്ലിമീങ്ങൾ സ്ഥാപിക്കുകയും നടത്തുകയും ചെയ്യുന്ന ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ മതവിദ്യാഭ്യാസം നൽകുന്നുവെന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ അതിനാവശ്യമായ സംവിധാനമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. പൗരസ്ത്യ വിജ്ഞാനങ്ങളും മതവും അഭ്യസിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും മുസ്ലിം മത പണ്ഡിതന്മാർ നടത്തുന്ന പാഠശാലകൾ മുടങ്ങാതെയും നല്ല നിലയ്ക്കും നടത്താൻ ആവശ്യമായ സഹായങ്ങൾ നൽകുക. പരമ്പരാഗത രീതിയിൽ പ്രവർത്തിക്കുന്ന മക്തബുകൾ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്താൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുക. തകർന്നുകൊണ്ടിരിക്കുന്ന മക്തബുകളെ പുനരുദ്ധീകരിക്കുകയും ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് ഭദ്രമായ അടിത്തറ നൽകാൻ സംവിധാനമുണ്ടാക്കുകയും ചെയ്യുക എന്നതൊക്കെയായിരുന്നു മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസിന്റെ ലക്ഷ്യങ്ങൾ. സർ സയ്യിദിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഈ കോൺഫറൻസ് ആയിരുന്നു.
തുടങ്ങിയത് വിദ്യാഭ്യാസ പ്രസ്ഥാനമായിട്ടാണെങ്കിലും മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നതുവരെ മുസ്ലിങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയപരവുമായ എല്ലാ കാര്യങ്ങളിലും ദിശാബോധം നൽകുകയും അവരുടെ ജിഹയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് മുസ്ലിം മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് ആയിരുന്നു. ഉറുദു പ്രക്ഷോഭത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതും ഈ കോൺഫറൻസ് ആയിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വളരെ വേഗത്തിലാണ് കോൺഫറൻസ് മാറിയത്. ലക്ഷ്യങ്ങൾ നേടുന്നതിന് കോൺഫറൻസിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും വ്യാപിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നതിന് കാരണം കൊണ്ടാണ് ഓരോ വർഷവും സംഘടനയുടെ വാർഷിക സമ്മേളനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ തീരുമാനിച്ചത്. ഈ സമ്മേളനങ്ങളിൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടതും ചർച്ചകൾ നടത്തി തീരുമാനം എടുക്കേണ്ടതുമാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അഥവാ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. നഗര ഗ്രാമ തലങ്ങളിൽ സംഘടനയ്ക്ക് ശാഖകൾ രൂപീകരിക്കുവാനും തീരുമാനിച്ചു. വിദ്യാഭ്യാസത്തിനു പുറമെ വ്യവസായം, വ്യാപാരം, കാർഷിക രംഗം എന്നിവയിലും ഈ കമ്മിറ്റികൾ ഇടപെടേണ്ടതും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അഭിവൃദ്ധി കൈവരുത്തുവാൻ നേതൃത്വം നൽകേണ്ടതുമാണെന്നും ഈ യോഗങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. 10 വർഷം വാർഷിക സമ്മേളനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി. 1897 സർ സയ്യിദിൻ്റെ അസുഖം ബാധിച്ചത് മൂലം സമ്മേളനം മുടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇത് പുനരാരംഭിക്കുകയും ചെയ്തത്. നമ്മൾ ചിന്തിക്കേണ്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സന്ദേശവുമായി സമുദായത്തിൽ ഇറങ്ങുമ്പോൾ സമുദായത്തിൻ്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ ബംഗാളിൽ ആകെപ്പാടെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത് ബംഗാൾ പ്രവിശ്യയിൽ 14 സ്ഥാപനങ്ങളായിരുന്നു ഗവൺമെൻറ്റിൽ. വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് 19, പഞ്ചാബിൽ ഉണ്ടായിരുന്നത് 4 സ്ഥാപനങ്ങളാണ്. മദ്രാശിയിൽ സ്ഥാപനങ്ങളേ ഇല്ല. ബോംബെയിൽ 4 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലാകെപ്പാടുണ്ടായിരുന്നത് 41 സ്ഥാപനങ്ങൾ. അതും പ്രൊഫഷണൽ കോളേജുകളല്ല, വെറും ഇൻ്റർമീഡിയറ്റ് പോലുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളായിരുന്നു. 1838 മുതൽ 878 വരെ ഇന്ത്യയിലാകെപ്പാടെ മുസ്ലിമീങ്ങൾ ഡോക്ടർമാർ എന്ന് പറയുന്നത് വട്ടപൂജ്യമായിരുന്നു. ആ ബാച്ചിലർ ഡിഗ്രി ഉള്ളത് ആകെപ്പാടെ 8 പേർക്കുണ്ടായിരുന്നു. സിവിൽ എഞ്ചിനീയർമാരേ ഇല്ലായിരുന്നു. MA-ക്കാർ വെറും 5 പേരായിരുന്നു. BA-ക്കാർ ഏതാണ്ട് 30 പേരുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 47 ബിരുദധാരികളെ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത്രമാത്രം പിന്നോക്കം നിന്നിരുന്ന ഒരു സമുദായത്തെയാണ് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ കൈപിടിച്ചുയർത്തുകയും വഴി നടത്തുകയും ചെയ്തത്. നമുക്കറിയാം, മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസിൻ്റെ 20ാമത്തെ സെക്ഷനിലായിരുന്നു, 20ാമത്തെ കൺവെൻഷനിൽ അന്ന് 1906 ഡിസംബർ മാസം 30-ാം തീയതി ധാക്കയിലെ നവാബ് സലീമുള്ളയുടെ അഹ്സൻ മൻസിലിൽ കൂടിയ യോഗത്തിലായിരുന്നു മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ആധുനിക രാഷ്ട്രീയം എന്ന ആ ഒരു ലക്ഷ്യം സാധ്യമാകുന്നത്. അതിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ സഹചാരികളായിരുന്ന നവാബ് മുഹസിൻ മുൽക്കും നവാബ് വഖാറുൽ മുൽക്കും ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു. അന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രമുഖനായിരുന്നു മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന അദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയായ ഗ്രീൻ ബുക്ക് എഴുതി തയ്യാറാക്കുന്നതിനും നേതൃത്വം നൽകിയത്. 1878 മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ വൈസ്രോയിയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശപ്പെടുകയുണ്ടായി. ലിട്ടൺ പ്രഭു ആയിരുന്നു അന്ന് വൈസ്രോയി. അതിനുശേഷം റിപ്പൺ പ്രഭു വന്നപ്പോഴും വീണ്ടും അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടു. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ ജനങ്ങളെ ഭരണതലത്തിൽ അവരെ കൂടി ഉൾക്കൊള്ളിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മുദ്രാവാക്യമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അസ്ബാബെ ഭഗവത ഹിന്ദ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇന്ത്യക്കാരെ നിയമനിർമ്മാണത്തിലും ഭരണനിർവഹണത്തിലും പങ്കെടുപ്പിക്കണമെന്ന് അദ്ദേഹം കടുത്ത സ്വരത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഉത്തരവാദ ഭരണത്തിൻ്റെ പിതാവ് എന്ന് ഗാന്ധിജി മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാനെ വിശേഷിപ്പിച്ചത്. പിന്നെ അദ്ദേഹം ഈ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ആ 4 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം 2 ബില്ലുകൾ അവതരിപ്പിച്ച് അത് പാസ്സാക്കിയെടുക്കുകയുണ്ടായി.
അതിനെ നിയമമാക്കി മാറ്റുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, ഒരു വസൂരിക്കെതിരെ, അന്ന് പറന്നു പിടിച്ച വസൂരിക്കെതിരെ ഒരു പ്രതിരോധം സംബന്ധിച്ചുള്ളതായിരുന്നു. രണ്ടാമത്, അന്ന് കാസിമാർക്ക് അന്നുണ്ടായിരുന്ന തരത്തിലുള്ള അംഗീകാരം ഇല്ലായിരുന്നു, പിന്നീട് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ കാസിമാരുടെ അംഗീകാരം വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഒരു കാസി ബില്ലും അദ്ദേഹം പാസാക്കി അത് നിയമമാക്കി മാറ്റുകയുണ്ടായി. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പിന്നീട് കോളേജ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പം അന്ന് വരെ ആ ഒരു ഫണ്ട് കമ്മിറ്റിയുടെ കീഴിലായിരുന്നു കോളേജിൻ്റെ മേൽനോട്ടം നടന്നിരുന്നത്. പിന്നീട് കോളേജിന് കുറേയധികം ഫണ്ടുകൾ വന്നപ്പോൾ പിന്നീട് കോളേജിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി, വിശ്വാസ്യതയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു ട്രസ്റ്റ് സ്ഥാപിക്കുകയും ഇതെല്ലാം, ഈ കോളേജുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാക്കി മാറ്റുകയും ചെയ്തിരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 1855 ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായിരുന്നു. W.O. ഹൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് കോൺഗ്രസ് രൂപീകരിക്കുകയും. കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ ഒറ്റ മുസ്ലിമിനെ പോലും ക്ഷണിച്ചിരുന്നില്ല. അന്ന് ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർക്ക് മാത്രമേ ആ യോഗത്തിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഒരുപാട് ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന മുസ്ലിം നേതാക്കന്മാരുണ്ടായിട്ട് പോലും അവരെ ഒന്നും അന്ന് ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ആദ്യ മെമ്പർഷിപ്പ് 53 ആയിരുന്നു. 53 പേരിൽ ആകെ ഉണ്ടായിരുന്നത് 2 മുസ്ലിമീങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന ദീർഘവീക്ഷണമുള്ള നേതാവ് കോൺഗ്രസിനെതിരെ തന്നെ, അതിൻ്റെ ആരംഭകാലത്ത് തന്നെ അതിന് എതിരെ നിലകൊണ്ടു. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു, കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് അഭികാമ്യമല്ല. കാരണം അവരുടെ ലക്ഷ്യം ഹിന്ദു പ്രീണനവും സവർണ ഹിന്ദുക്കളോടുള്ള താല്പര്യവുമായിരുന്നു. അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇത് വലിയൊരു ഭാരമായി മാറുമെന്ന് സർ സയ്യിദ് മുൻകൂട്ടി കണ്ടിരുന്നു. മുസ്ലിം സമുദായത്തെ ദുരുപയോഗപ്പെടുത്തി ഇവർ ഭാഗമാക്കുമെന്നും അങ്ങനെ മുസ്ലിം സമുദായത്തെ ഉപയോഗപ്പെടുത്തി ഇവർ വളരുമെന്നും എന്നാൽ തന്നെയും ഇവർ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കുമെന്നുമുള്ള മഹാനായ സർ സയ്യിദിൻ്റെ ദീർഘവീക്ഷണം പിന്നീട് അതേപടി സംഭവിക്കുകയുണ്ടായി. പിന്നീട് കോൺഗ്രസ് നമുക്കറിയാം, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കെതിരായിരുന്നു എന്നും കോൺഗ്രസ്, മുസ്ലിം ലീഗിൻ്റെ വളർച്ചയ്ക്കെതിരായിരുന്നു എന്നും കോൺഗ്രസ് എന്നും ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ നിലപാടുകൾക്കും അവർക്കും വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ഇതിന് ബദലായി പാട്രിയോട്ടിക് അസോസിയേഷൻ രൂപീകരിക്കുകയും ചെയ്തു. 1895 സർ സയ്യിദ് അഹമ്മദ് ഖാനെ ആകെ തളർത്തിയ ഒരു സംഭവമുണ്ടായി. കോളേജിൻ്റെ ഫണ്ടിൽ നിന്ന് ഭീമമായ ഒരു തുക അപഹരിക്കപ്പെട്ടു. അന്ന് കോളേജിൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചുമതലപ്പെടുത്തിയിരുന്നത് ബിഹാരി ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാനെ വഞ്ചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെ കൊണ്ട് ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങുകയും കോളേജിൻ്റെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് വാങ്ങുകയും കുറേയധികം തുക, ലക്ഷക്കണക്കിന് തുക ഇയാൾ തിരിമറി നടത്തുകയും ചെയ്തു. അത് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാനെ ഏറെ തളർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ കിടപ്പിലാവുകയും രോഗബാധിതനാവുകയും ചെയ്തു. അതായത് ഈ സംഭവത്തിൻ്റെ ആഘാതത്തിൽ അദ്ദേഹം ആരോടും സംസാരിക്കാതെ കിടപ്പറയിൽ തന്നെ കഴിച്ചുകൂട്ടുകയായിരുന്നു. കൂട്ടിലുണ്ടായിരുന്നത് മരുന്നും സന്തത സഹചാരിയുമായിരുന്ന നവാബ് മുഹസിനുൽ മുൽക്കും സയ്യിദ് സൈനുൽ ആബിദീൻ ഖാനും മാത്രമായിരുന്നു. അത് ഈ കിടപ്പിൽ തന്നെ അദ്ദേഹം വിദ്യാഭ്യാസ പ്രചരണത്തിൻ്റെ ഭാഗമായി കുറേയധികം ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഉറുദുവിനു വേണ്ടിയുള്ള സമരം തുടർന്നതാണ്. ഉറുദു വിരോധികൾ സർ സയ്യിദ് രോഗബാധിതനായതറിഞ്ഞ് അവരുടെ നീക്കം ശക്തിപ്പെടുത്തുകയുണ്ടായി. ഇപ്പം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം, അന്ന് അദ്ദേഹം പ്രവാചക തിരുമേനിയുടെ ഭാര്യമാരെക്കുറിച്ച് ഒരു ക്രിസ്തീയ മതഭ്രാന്തൻ എഴുതിയ പുസ്തകത്തിന് മറുപടി എഴുതാൻ ആരംഭിച്ചതായിരുന്നു. പക്ഷേ ഇത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് അവസാന സമയത്ത് വീടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ തളർത്തിയ മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പുത്രന് ബാധിച്ച മാരകമായ
ഉദര രോഗമായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ആഘാതങ്ങളെല്ലാം താങ്ങാനുള്ള ആരോഗ്യം ആ വൃദ്ധ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം 1898 മാർച്ച് മാസം 27 സമുദായത്തെ തന്നെക്കാൾ സ്നേഹിക്കുകയും സമുദായത്തിൻ്റെ ജീവിതത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബലി നൽകുകയും ചെയ്ത ആ മഹാത്മാവ് അന്ത്യശ്വാസം വലിച്ചു. സർ സയ്യിദിൻ്റെ രചനകളെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചു. അദ്ദേഹം, ഞാൻ പറഞ്ഞിരുന്നു, ബൈബിളിന് തബീനുൽ കലാം എന്ന പേരിലൊരു വ്യാഖ്യാനം എഴുതിയിരുന്നു. ഇതിൽ ഒരു പുറത്ത് ബൈബിളിൻ്റെ ഹീബ്രു ഭാഷയും മറുപുറത്ത് ഈ ഇംഗ്ലീഷ് ഉറുദു വിവർത്തനങ്ങളും തൊട്ടുപുറകെ സന്ദർഭം ആവശ്യപ്പെടുന്ന ഖുർആൻ സൂക്തങ്ങളും നബി വചനങ്ങളും ശേഷവും വ്യാഖ്യാനവും എന്നതാണ് ഇതിൻ്റെ പ്രതിപാദന രീതി. കൂടാതെ അധ്യായങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഗവേഷണം ചെയ്ത് കണ്ടെടുത്തിയ നിഗമനങ്ങളും ചേർത്തിരുന്നു. വാദങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി ഇമാം ഇസ്മായിൽ ബുഹാരി, ഇമാം ഫഖറുദ്ദീൻ റാസി, ഷാ വലിയുള്ള എന്നീ പണ്ഡിതന്മാരെയും ധാരാളം ഉദ്ധരിച്ചിരുന്നു. വേദഗ്രന്ഥങ്ങളും വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മതങ്ങളും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുകയും തെളിയിക്കുകയും ചെയ്യുകയും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തിൽ വന്ന പാളിച്ചകളും മറ്റും മാർഗ വ്യത്യാസങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ മുസ്ലിം ലോകത്ത് നിന്ന് ആദ്യമായിട്ടൊരാൾ ബൈബിളിന് വ്യാഖ്യാനം ചെയ്തതുകൊണ്ട് തന്നെ ഇത് ലോകമാകെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. സർ സയ്യിദ് അഹമ്മദ് ഖാനെതിരെയുള്ള വിമർശനങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാനങ്ങളായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ശാസ്ത്രം വളരെ മുന്നേറുകയും ശാസ്ത്രരംഗത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ദീനീ വിശ്വാസത്തിൽ നിന്ന് തെറ്റി ശാസ്ത്ര സത്യങ്ങളിൻ്റെ പുറകെ പോവുകയും നിരീശ്വരവാദത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഖുർആനിക തത്വങ്ങളെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ ഇതിനെയെല്ലാം അതിജയിക്കുന്നതാണ് ഇസ്ലാം എന്ന് തെളിയിക്കുന്നതിനായി അദ്ദേഹം ഖുർആനിക വ്യാഖ്യാനങ്ങളെ അത്തരത്തിൽ രൂപപ്പെടുത്തുകയുണ്ടായി. കറക്റ്റ് തളർത്തിയ കുറേ സംഭവങ്ങളുണ്ട്. ആ കാലഘട്ടത്തിലാണ് അഭ്യസ്ത വിദ്യരായ പരിഷ്കാരികളുമായ കുറേ കുടുംബങ്ങളുടെ കൂട്ടമതം മാറ്റമായിരുന്നു. ഉദാഹരണം, 1870 പഞ്ചാബിൽ 152 കുടുംബങ്ങളും ഡൽഹിയിൽ 68 കുടുംബങ്ങളും ക്രിസ്ത്യാനികളായിത്തീർന്നു. ഉയർന്ന കുടുംബങ്ങളിൽ പെട്ടവരായിരുന്നു ഇവരെല്ലാം. അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേദനാജനകമായ ഇത്തരം സംഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഈ ഖുർആനിക വ്യാഖ്യാനങ്ങളെ ഇതിനെതിരെ അദ്ദേഹം നിരീശ്വരവാദത്തിനെതിരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും അതൊക്കെ മുസ്ലിം മതപണ്ഡിതന്മാർക്കിടയിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന് സമുദായത്തിൻ്റെ അന്തസ്സിലും ഉയർച്ചയിലും ഉണ്ടായ താല്പര്യം വളരെ വലുതായിരുന്നു. സമുദായത്തിൻ്റെ ദരിദ്രതയാണ് അദ്ദേഹം കൂടുതൽ സ്നേഹിച്ചത്. സമ്പന്നരുമായാണ് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നത്. എന്നാൽ പോലും ആ ബന്ധം അവരെ സമുദായത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കൂടി ഉള്ളതായിരുന്നു. ഗാസിപ്പൂരിലെ മദ്രസയ്ക്ക് തറക്കല്ലിട്ടുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ദൈവദാസന്മാരെ അവനെ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. അവൻ്റെ നാമം സൂര്യാസ്തമയ ഉദയസ്ഥാനങ്ങൾക്കിടയിലുടനീളം വാഴ്ത്തപ്പെടട്ടെ. അവൻ നമ്മുടെ ദരിദ്രന് ഭൂമിയിൽ അന്തസ്സ് നൽകി ഉയർത്തുന്നവനാണ്. അവൻ പണക്കാരൻ്റെ ദൈവമല്ല. നോക്കൂ, അവനെ നാം സ്നേഹിച്ചപ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു. നാഥ, ഈ വിദ്യാലയത്തിൻ്റെ തറക്കല്ലിവിടെ വെച്ചിട്ടുള്ളത് നിന്റെ നാമത്തിലാണ്. ഇത് നിന്റെ ഭൂമിയിലെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിന് സംരംഭം കുറിക്കാൻ ഏതുപോലെ ഞങ്ങൾക്ക് സാധിച്ചുവോ അതേപോലെ ഇതിൻ്റെ ഭാവിയും നീ ശുഭകരമാക്കി തരണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിന് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ദീർഘവീക്ഷണങ്ങളായിരുന്നു. നാം ഇന്ന് മുസ്ലിം ലീഗിൽ അഭിമാനത്തോടെ അന്തസ്സോടെ അടിയുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ
അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പകർന്നു നൽകിയ അദ്ദേഹത്തിൻ്റെ ചിന്തകളായിരുന്നു അതിന് ചാലകശക്തിയായത് എന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് നാം മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന് കടപ്പെട്ടിരിക്കുന്നു എന്ന് മറക്കരുത്. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്നും ബ്രിട്ടീഷുകാരുടെ പിന്നെ അനുയായിയുമാണെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സമയത്ത് ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി വിജയിക്കുക എന്നത് അസാധ്യമായിരുന്നു. മാത്രവുമല്ല, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബ്രിട്ടീഷുകാരുമായി ചേർന്ന് അവരുടെ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു പലരുടെയും വാക്കുകളിൽ വഴിതെറ്റിപ്പോയി മുസ്ലിം സമുദായം നിരന്തരമായ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിലായിരുന്നു. ആ പോരാട്ടങ്ങൾ അവരെ മുച്ചൂടും തകർത്തുകൊണ്ടേയിരുന്നു. മറ്റു പലരും സമുദായത്തെ ദുരുപയോഗപ്പെടുത്തി. അങ്ങനെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ ഒരു ലക്ഷ്യവുമില്ലാതെ പലരും പറയുന്നത് കേട്ട് ആ സമരാഗ്നിയിൽ ചാടി വീണ് വെന്ത് നാമാവിശേഷമായിരുന്ന ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ തൻ്റെ ഉദാത്തമായ ചിന്തകൾ കൊണ്ട് വളർത്തി വലുതാക്കി ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചതും മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാനായിരുന്നു. പിന്നീട് മുസ്ലിം ലീഗ് രൂപീകൃതമായി മഹാന്മാരായ നേതാക്കന്മാരുടെ കീഴിൽ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറി. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി മുസ്ലിം ലീഗ് മാറുകയുണ്ടായി. ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്കും ആ മുസ്ലിം ലീഗ് വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. നമ്മൾ ചരിത്രം പഠിക്കുക, ചരിത്രം വായിക്കുക. ഈ ചരിത്രം പഠിക്കുന്നതും വായിക്കുന്നതുമൊക്കെ വെറുതെ ആവേശം കൊള്ളാനല്ല, ആ നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാരുടെ പൂർവ്വകാല ചരിത്രത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കുക, സുസജ്ജമാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.